നിയമം പാസാക്കി ഗവർണർ ഒപ്പിടാതെ ബോധപൂർവം കൃഷിക്കാരെ ദ്രോഹിക്കുന്നു, കൃഷിക്കാരെ ബുദ്ധിമുട്ടിക്കുന്നു. പ്രത്യേകിച്ച് ഇടുക്കിയിലെ കൃഷിക്കാരെ ആകെ വളരെ പ്രയാസത്തിലാണ് അവർ. ആ നിലവെച്ചുകൊണ്ടാണ് ഇടുക്കിയിലെ കൃഷിക്കാർ, അവരെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ആ കൃഷിക്കാർ, കാരണം അവിടെയുള്ള പ്രത്യേകത കൂടി ഇതിൻ്റെ ഭാഗമാണ്. ആ കൃഷിക്കാർ ഇന്ന് ഹർത്താൽ നടത്താനും ഈ ഹർത്താൽ നടത്തുന്ന ദിവസം തന്നെ അവർ തിരുവനന്തപുരത്ത് ഗവർണറുടെ രാജ്ഭവന് മുമ്പിൽ പ്രകടനം നടത്താനും തീരുമാനിച്ചു. അങ്ങനെ അവിടുത്തെ കൃഷിക്കാർ ഈ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ആ ദിവസം തന്നെ ഗവർണർ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഒരു പരിപാടി, ഒരു ജില്ലാ പരിപാടി, ഞാൻ മനസ്സിലാക്കുന്നത് ചോദിച്ച് വാങ്ങിയതാണെന്നാണ്. ആ പരിപാടിക്ക് അദ്ദേഹം അവിടെ പോവുകയാണ്. എന്തൊരു ചെറുതായി പോവുകയാണ് ഗവർണർ ചെയ്തത്. ഒരു വ്യാപാരി വ്യവസായ സമിതിയുടെ ജില്ലാ പരിപാടിക്ക് ഗവർണർ, ആ സ്ഥാനത്തെക്കുറിച്ച് അദ്ദേഹം ഒന്ന് ചിന്തിക്കണ്ടേ?